ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഈ വീണയുടെ മന്ത്രിസ്ഥാനം, വീണയുടെ ക്ഷണിതാവ് എന്നുള്ള പദവി ഇപ്പോൾ നാളെ സ്ഥിരം അംഗമാകുമെന്നതിനകത്തൊന്നും തർക്കമില്ല. അപ്പോൾ പടിപടിയായുള്ള വീണയുടെ കയറ്റം, ഇത് ഭംഗ്യന്തരേണ പത്മകുമാർ ഒരു കിച്ചൺ ക്യാബിനറ്റിൻ്റെ സ്വാധീനം തന്നെ ഉണ്ട് എന്ന് പറയുകയാണോ? കാരണം മാധ്യമ റിപ്പോർട്ടിൽ അങ്ങനെ വരുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധമെന്ന്. ഇപ്പോൾ മരുമകൻ ക്യാബിനറ്റ് ഉണ്ട് എന്ന വിമർശനമുണ്ടല്ലോ, അതുപോലെ കിച്ചൺ ക്യാബിനറ്റുമുണ്ടോ? അങ്ങനെയാണോ അത്തരം ക്യാബിനറ്റ് അംഗങ്ങളെ എടുക്കുന്ന പരിപാടിയാണോ ഈ പാർട്ടി സമ്മേളനം എന്ന രൂപത്തിൽ 4 ദിവസം കൊല്ലത്ത് നടന്നത്? തീർച്ചയായും അങ്ങനെ സംശയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളും വിവരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. വേണു, തീർച്ചയായിട്ടും നമ്മൾ അത്തരം കാര്യങ്ങളെ കാണാതിരുന്നുകൂടാ എന്നാണ് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം വീണയുടെ കാര്യം തന്നെ എടുത്താൽ, അവർ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. ആ മാധ്യമ പ്രവർത്തന രംഗത്തുനിന്ന് അവർ പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നതിന് പറഞ്ഞ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സമുദായത്തിൻ്റെ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവർ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഒരു വോട്ട് കിട്ടും എന്നുള്ള രൂപത്തിലാണ് പരിഗണിച്ചത്. അതിനപ്പുറത്തൊട്ട് അതിൽ പ്രസക്തിയില്ല എന്നുള്ള രൂപത്തിലാണ് CPM-നകത്ത് നേരത്തെ വിശദീകരിച്ചത്. അങ്ങനെ ഒരു വിശദീകരണമാണ് CPM-നകത്ത് അന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടുന്നത്. അതുമാത്രമല്ല, അവരന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന് പാർട്ടി നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തരത്തിലും CPM-ന്റെ രാഷ്ട്രീയ പാരമ്പര്യമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് വീണ ജോർജ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് വീണ ജോർജ് വലിയ തോതിൽ കൊണ്ടാടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ടിപ്പോൾ പുതിയൊരു ന്യായം പറയുന്നതെന്ന് വെച്ചാൽ, വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീണ ജോർജിനെ മറ്റ് പരിഗണനകളില്ലാതെ കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം, മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രശ്നം എന്താ? മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വളരെ അവരൊരു വനിതയാണെന്ന് മാത്രമല്ല, വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ, ഒരുപാട് ത്യാഗം സഹിച്ച ഒരു വനിതയായിട്ടും ഒരുപാട് ത്യാഗപൂർണ്ണമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ചരിത്രമുള്ള ഒരു വനിതയാണ്, ഒരു സഖാവാണ് മേഴ്സിക്കുട്ടിയമ്മ. പക്ഷേ മേഴ്സിക്കുട്ടിയമ്മയെ സെക്രട്ടേറിയറ്റിലേക്ക് പോയി പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് പുതുതായിട്ട് വന്നപ്പോൾ പരിഗണിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് പുറത്ത് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അതേ കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കരുതാൻ പറ്റില്ല. തീർച്ചയായും CPM-നകത്ത് ഇഷ്ടത്തിൻ്റെയും അനിഷ്ടത്തിൻ്റെയും ഒക്കെ പ്രശ്നമുണ്ട്. കിച്ചൺ ക്യാബിനറ്റിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തങ്ങൾക്കെതിരായി ഒരു എതിർവാക്കും പറയാത്ത ആളുകൾ അങ്ങനെയുണ്ട്. അതായത് ഞാൻ കേട്ടെടുത്തോളം കാര്യമെന്ന് വെച്ചാൽ, മന്ത്രിസഭാ യോഗത്തിനകത്ത് പോലും ഒരാളും ഒരു എതിർവാക്കും പറയാൻ പാടില്ല. ചീഫ് സെക്രട്ടറി ഒരു നോട്ട് വെക്കുന്നു, ആ ചീഫ് സെക്രട്ടറി നോട്ട് വെക്കുന്നതിന് പുറത്ത് മുഖ്യമന്ത്രി എന്തെങ്കിലും 2 വർത്തമാനം പറയുന്നു, എന്നിട്ട് നമ്മൾ പാസ്സാക്കലും ചോദിച്ച് പാസ്സാക്കുന്നു. ആരെങ്കിലും 2 എതിർവാക്കും പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നീക്കങ്ങൾ. രാജു അബ്രഹാം ശക്തമായി പറയുന്നുണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ. കാരണം ഈ പറയുന്ന പത്മകുമാർ എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റിയിലുള്ളതാണ്, രൂപീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആണല്ലോ. പാർട്ടി രൂപപ്പെട്ട അന്നു മുതൽ തന്നെ ആ ഘടകത്തിലുള്ള ആളുമാണ് പത്തനംതിട്ടയിൽ. അപ്പോൾ ഈ പത്മകുമാറിനെതിരെ ഇപ്പോൾ ആ ഘടകത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. സ്വാഭാവികമായും മേൽക്കമ്മിറ്റിയുടെ സഹായത്തോടെ ആ കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് സംഘടനാപരമായ നടപടിക്രമങ്ങൾ ആണ്, അച്ചടക്കത്തിൻ്റെ സ്വഭാവമുള്ള നടപടിക്രമങ്ങളാണ് രാജു വിശദീകരിച്ചത് അല്ലേ? സംഘടനാപരമായി ഗൗരവത്തോടെ ഈ വിഷയത്തെ പരിശോധിക്കുന്നു എന്നുമാണ് അദ്ദേഹം കാർക്കശ്യത്തോടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു മൃദുത്വം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മാത്രമായിരുന്നു ആ മൃദുത്വം, നടപടിക്രമങ്ങളുടെ കാർക്കശ്യം ആ ഭാഷയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നാം കണ്ടത് എന്താണ്? പിന്നീട് നാം കാണുന്നത് പത്മകുമാറിനെ പോയി കാണുന്നതാണ്. 3 കാര്യങ്ങൾ അതിനിടയിൽ സംഭവിക്കുന്നു എന്ന് കരുതേണ്ടേ? കാരണം ഈ പത്മകുമാർ എന്ന് പറയുന്ന വിഷയം ഇനിയും വലുതാവുകയാണ് എങ്കിൽ അയാൾ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, വീണയോടുള്ള എതിർപ്പ് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനമായി വരുന്നതെന്ന്, വീണ എന്ന പേര് എടുത്തു പറയാതെ. അപ്പോൾ അത് ആവർത്തിക്കുന്നത് കൊണ്ട് സംസ്ഥാന സമിതിയിലേക്ക് ആളുകളെ എടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ത് എന്നത് ചർച്ചയാകില്ലേ? അതാരെ പ്രതിരോധത്തിലാക്കും? അത് പൊതുസമൂഹത്തിൽ ചർച്ചയാകില്ലേ? അതെങ്ങനെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക? ഇനി രാഷ്ട്രീയ എതിരാളികൾ അത് ആയുധമാക്കില്ലേ? അപ്പോൾ അതിന് ഈ പറയുന്ന മാസപ്പടിയുടെ കാര്യത്തിൽ ഗോവിന്ദൻ മാഷ് വന്ന് വിശദീകരിച്ചതുപോലെ ഈ കാര്യത്തിലും വിശദീകരിക്കാൻ അദ്ദേഹത്തിന് വരേണ്ടി വരുമോ, MV ഗോവിന്ദന്? ഇനി അതിനൊക്കെ ഉപരി പാർട്ടിക്കുള്ളിൽ പുതിയ ചേരിതിരിവുകൾക്ക് ഇത് കാരണമാകുമോ? ഇങ്ങനെ പല തലങ്ങളിൽ ഇതിൻ്റെ ആഘാതം ഉണ്ടാകുമെന്നതുകൊണ്ടാണോ നേരെ വേഗം അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ തണുപ്പിക്കാൻ രാജു അബ്രഹാം വീട്ടിലേക്ക് എത്തിയത്? അത് അസാധാരണമായ നീക്കമല്ലേ? തീർച്ചയായും വേണു പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കുന്നത് തന്നെയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയതുപോലെ
ഒരു ഏകശിലാ നിർമ്മിതമായ ഒരു ഘടകമൊന്നുമല്ല ഇപ്പോൾ. അതുപോലെ തന്നെ കേന്ദ്രീകൃത ജനാധിപത്യ തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുകളിൽ നിന്ന് കേന്ദ്രീകരിച്ച് ആ കാര്യങ്ങളൊക്കെ അതുപോലെ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയും CPM-നകത്ത് ഇന്നില്ല. ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് CPM-നകത്തുള്ള ഒരാള് CPM-ൽ നിന്ന് പോകുക അല്ലെങ്കിൽ അച്ചടക്ക നടപടിക്ക് വിധേയനാകുക പറഞ്ഞാൽ ചോദ്യം ഇതാണ് NV, രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയാതെ രാഷ്ട്രീയേതരമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു എലിവേഷൻ കിട്ടുകയാണ്, ഒരാൾക്ക് ഒരു സ്ഥാനത്തിന്റെ ഉയർച്ച കിട്ടുകയാണ്, അത് വിശദീകരിക്കാൻ പ്രയാസമാകും. അപ്പൊ അതുകൊണ്ട് അത് അന്തഃപുരത്തിൽ തന്നെ രഹസ്യമായി അവസാനിക്കേണ്ടതുണ്ട് എന്ന നീക്കമാണോ രാജുവിന്റെ ഈ ഇറങ്ങിപ്പുറപ്പെടലിലൂടെ സംഭവിച്ചിരിക്കുന്നത്? രാജു എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരമില്ലാതെ സമ്മതമില്ലാതെ പോകില്ല. തീർച്ചയായും ഞാൻ അത് തന്നെയാണ് കരുതുന്നത്. ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയതുപോലല്ല ഈ പത്മകുമാറൊക്കെ പുറത്തിറങ്ങി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നേരത്തെ വേണു പറഞ്ഞതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തോട്ട് വരും. അതിനൊക്കെ CPM-ന് പ്രതിരോധിക്കേണ്ടി വരുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തതുപോലല്ലെന്ന് പാർട്ടിയിലെ ഉയർന്നൊരു നേതാവ് അങ്ങ് തടയപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ വേറൊരു ഇപ്പം ഞാൻ വൈകുന്നേരം മനസ്സിലാക്കിയത് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി BJP നേതാക്കന്മാർ വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ്. ഇനി BJP-യിലോട്ട് പോകുന്നതിന് ഈ പത്മകുമാറിനെ പോലെ ഒരാളിന് വലിയ പ്രയാസം ഉണ്ടാവുമെന്നൊന്നും ഞാൻ കരുതില്ല. പഴയ രാഷ്ട്രീയ ബോധ്യത്തിനൊന്നും അടിസ്ഥാനത്തിലല്ല CPM-ന്റെ നേതൃനിരയിലുള്ള ആളുകൾ പോലും നടക്കുന്നത്. ആ നിലയിലുള്ള മാറ്റം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന മേൽവിലാസം അതിന്റെ പുറത്തുണ്ട് എന്നുള്ളതിൽ കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തെങ്കിലും സംഘടനാ സവിശേഷതകളോ സ്വഭാവങ്ങളോ ഒന്നുമല്ല. ഈ കിച്ചൺ ക്യാബിനറ്റുകളും അതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു നേതാവിന് സ്വീകാര്യമായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനം എന്നതിനപ്പുറത്തോട്ട് ബാക്കിയൊക്കെ AK ബാലനെ പോലുള്ള ആളുകൾക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രംഗത്ത് അത്തരത്തിലുള്ള നിലയൊന്നും ഇന്ന് ആർക്കും കാണാൻ പറ്റില്ല. ആ നിലയിൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അത് രാജു അബ്രഹാമിന്റെ പോയി കണ്ടതിന്റെയും പത്മകുമാറിന്റെയും പ്രശ്നം മാത്രമല്ല. നമ്മൾ പിന്നെ P ജയരാജന്റെ കാര്യം എടുത്താൽ ഇതേ പ്രശ്നം നിൽക്കുന്നുണ്ട്. അതുപോലെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് കൂടി നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ട്. തീർച്ചയായും നാളെ അത് കൂടുതൽ മുന്നോട്ട് വരിക തന്നെയാണ് ചെയ്യുക. അതിലൊന്നും യാതൊരു സംശയവുമില്ല.